ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 31, ഒന്നാമത്തെ വായനാ ഭാഗം 2 ദിനവൃത്താന്തം 29-ാം അധ്യായം. ഇവിടെ ഹിസ്കിയാവ്, നമ്മൾ രാജാക്കന്മാർ പുസ്തകത്തിൽ ഹിസ്കിയാവ് എന്നാണ് കാണുന്നത്. ഹിസ്കിയാവ് വായിച്ചു തുടങ്ങിയപ്പം 25 വയസ്സായപ്പോഴാണ് രാജഭാരം വയ്ക്കുന്നത്. 29 വർഷം യെരുശലേമിൽ രാജാവായി വാണു. അപ്പം നേരത്തെ കാണുന്ന രാജാക്കന്മാരിൽ വ്യത്യസ്തമായി ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിന് വേണ്ടി സമയവും മനസ്സുമൊക്കെയും മാറ്റിവെക്കുന്ന ഒരു ദൈവവേദനായിരുന്നു ഈ ഹിസ്കിയാവ് എന്ന രാജാവ്. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് പറയുന്നത്, ആലയം തൊട്ടു മുമ്പ് ആഹാസ് രാജാവ് അടച്ച ആലയം, അത് അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിട്ട ആലയം തുറക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കിയിട്ട് പുരോഹിതന്മാരെയും ലേവ്യരെയും ഒക്കെ വരുത്തി അവരോട് പറഞ്ഞു, നിങ്ങളെയാണ് ദൈവം ആലയത്തിൻ്റെയും ദൈവീക കാര്യങ്ങളൊക്കെയും ദൈവം ഏൽപ്പിച്ചത്. അപ്പോൾ നിങ്ങളെ ശുദ്ധീകരിക്കണം ആദ്യം. അത് കഴിഞ്ഞ് നിങ്ങൾ വന്ന് ഈ ആലയം ശുദ്ധീകരിക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമുക്ക് ആലയം യഥാസ്ഥാനത്താക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അവരോട് പറയുന്ന ഒരു വാക്യം ഇതാണ്: നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ തിരുനിവാസത്തിങ്കിൽ നിന്ന് മുഖം തിരിച്ച് അതിന് പുറം കാട്ടുകയും ചെയ്തുവല്ലോ. അവർ മണ്ഡപത്തിൻ്റെ വാതിലുകൾ അടച്ചു, വിളക്ക് കെടുത്തി, വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും ഇരുന്നു. അതുകൊണ്ട് യഹോവയുടെ കോപം യഹൂദായുടെയും യെരുശലേമിൻ്റെ മേൽ വന്നു. നിങ്ങൾ സ്വന്തം കണ്ണാൽ കാണുന്നത് പോലെ അവൻ അവരെ ഹാസ്യത്തിനും അമ്പരപ്പിനും നടുക്കത്തിനുമൊക്കെ വിഷയമാക്കി. നമ്മുടെ പിതാക്കന്മാർ വാളിനാൽ വീണു. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും ഭാര്യമാരും പ്രവാസത്തിൽ പോകേണ്ടി വന്നു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ കോപം നമ്മെ വിട്ടുമാറേണ്ടതിന് അവനോട് നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്. മക്കളെ, നിങ്ങളും ഉപേക്ഷ കാണിക്കരുത്. നിങ്ങളും എരിവോടുകൂടി അതിനുവേണ്ടി മടങ്ങി വന്ന് ചെയ്യണമെന്നൊക്കെ പറയണം. അപ്പോൾ അവർ സമ്മതിക്കുകയും ഗഹാത്യരിലും മെരാരിയിലും അതുപോലെ ഗർശോനിലുമുള്ള ആളുകൾ, ചില പുത്രന്മാർ, അവരുടെ നേതൃത്വത്തിൽ അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ദേവാലയം ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ പുരോഹിതൻ ചെയ്യാനും ഒക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനെ അവർ 8 ദിവസം കൊണ്ട് യഹോവയുടെ ആലയം ശുദ്ധീകരിച്ചു എന്നാണ്. എല്ലാം വൃത്തിയാക്കി കേടുപാടുകൾ തീർത്തു 8 ദിവസം കൊണ്ട്. അത് കഴിഞ്ഞ് രാജാവിനോട് പോയി പറഞ്ഞു, രാജാവേ, ഇതെല്ലാം ശരിയായി, വരണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അന്ന് അവിടെ 7 കാളയും 7 ആട്ടുകൊറ്റനെയും 7 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 7 വെള്ളാട്ടുകൊറ്റനെയും കൊണ്ടുവന്ന് അതെല്ലാം അവിടെ യാഗം കഴിച്ചു. അവിടെ എല്ലാം രക്തം തളിക്കേണ്ടടുത്ത് രക്തം തളിച്ചു. യാഗപീഠത്തിന്മേൽ രക്തം തളിക്കണമല്ലോ, ആ രക്തമൊക്കെ തളിച്ചു. എന്നിട്ട് ഗാദിൻ്റെയും രാജാവിൻ്റെ ദർശകനായ ഗാദിൻ്റെയും ദാവീദിൻ്റെയും നാഥാൻ പ്രവാചകൻ്റെയും ഒക്കെ പഴയ കൽപ്പന പ്രകാരം അവർ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൂടി ആലയത്തിൽ പാട്ടുപാടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു യഥാസ്ഥാനം. പിന്നെ ജനത്തിനോട് പറഞ്ഞു, നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങൾ ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കാൻ പറഞ്ഞു. അവർ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് 70 കാള, 100 ആട്ടുകൊറ്റൻ, 200 കുഞ്ഞാട് ഇതൊക്കെയും കൊണ്ടുവന്ന്, പിന്നീട് 600 കാള, 3000 ആട്, അങ്ങനെയൊക്കെ അവരുടെ യാഗങ്ങളുമൊക്കെ അവിടെ സംഭവിക്കുകയാണ്. എന്നിട്ട് അവിടെ വായിക്കുന്നത്, അവരുടെ സഹോദരന്മാരായ ലേവ്യർ ആ വേല തീരുവോളവും പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളവും അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നത് ലേവ്യർ പുരോഹിതന്മാരെക്കാളും അധികം ഉത്സാഹമുള്ളവരായിരുന്നു. അങ്ങനെ ഹോമയാഗങ്ങൾ, സമാധാനയാഗങ്ങൾ, മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയയാഗങ്ങളോടും കൂടി അനവധിയായിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിൻ്റെ ആരാധന യഥാസ്ഥാനത്താക്കി. കഴിഞ്ഞ രാജാക്കന്മാരുടെ കാലത്ത് ആലയത്തെ പുറന്തള്ളുകയും അവിടെ തന്നെ ആ ദേവാലയം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ആഹാസ് വേറെ ദേവന്മാരെ പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത് മലിനമാക്കി, ഒട്ടും ബഹുമാനമില്ലാതെ, അല്ലെങ്കിൽ അതിനെ ബഹുമാനമില്ലാതെന്നല്ല, അതിനേക്കാളും മോശമായ വാക്കാണ് പറയേണ്ടത്. അങ്ങനെ അത് ചെയ്തിട്ടിരുന്നത് കൊണ്ട് ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല വിശ്വാസി, ഒരു നല്ല രാജാവ് വന്നപ്പോൾ ആ രാജാവ് ഇതിനെല്ലാം ശരിയാക്കി. ദൈവം
ദൈവത്തിൻ്റെ ആലയത്തെ യഥാസ്ഥാനത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കൊണ്ട് ജനവും വളരെ സന്തോഷിച്ചു. കാരണം ഒരു 8 ദിവസം കൊണ്ട് ഈ കാര്യങ്ങൾ തീർക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയും വർഷങ്ങളായി മാലിന്യം പിടിച്ചും കാടും പടപ്പൊക്കെ പിടിച്ച് കടന്നിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വിശുദ്ധീകരിച്ച് അതിനെ യഥാസ്ഥാനത്താക്കി പടുത്തി അതിൻ്റെ സംഗീതം വേണ്ടെടുത്ത് സംഗീതം, ലൈറ്റ് വേണ്ടെടുത്ത് ദീപം വേണ്ടെടുത്ത് ദീപം, ഓരോ സ്ഥാനങ്ങൾ വെക്കേണ്ട സ്ഥലത്ത് വെക്കുന്നത്, അതുപോലെ അവിടുത്തെ പാത്രങ്ങൾ, ഉപകരണങ്ങൾ, തവികൾ അതൊക്കെയും വൃത്തിയാക്കി വെക്കുന്നത്, എല്ലാം കൊണ്ടും ഒരു പുത്തൻ കാഴ്ച അവർ കാണുകയും ദൈവത്തിൻ്റെ ആലയം യഥാസ്ഥാനത്താക്കി ദൈവം സന്തോഷിച്ചിട്ടുണ്ടാകും. അതുപോലെ ഇവിടെ വന്ന ജനത്തിന് വലിയ സന്തോഷം ജനത്തിനുണ്ടായി എന്നാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആലയമാകുന്ന നമ്മുടെ ശരീരം, ആ ശരീരത്തിലിരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് കുറേ അകന്നു പോയിട്ട് തിരികെ ദൈവത്തിലേക്ക് മടങ്ങി വരികയും നമ്മുടെ പാവങ്ങളുടെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും നമ്മുടെ തെറ്റുകൾ ഉപേക്ഷിക്കുകയും വീണ്ടും അത് ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വലിയ സന്തോഷമുണ്ട്. ഈ സന്തോഷം ആലയത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൻ്റെ കാര്യത്തിലും ഒക്കെയും ഇതേ സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അത്തരം ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളായി തുടർന്നുള്ള ദിനങ്ങൾ മാറുകയാണ്. നാളെയുള്ള അധ്യായങ്ങളിലൊക്കെയും യെഹെസ്കേയാവിൻ്റെ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മൾ രാജാക്കന്മാർ പുസ്തകം വായിച്ചാൽ 17, 18, 19 അധ്യായങ്ങളൊക്കെ രാജാക്കന്മാർ പുസ്തകത്തിലും ഈ യെഹെസ്കേയാവിൻ്റെ പ്രവർത്തനങ്ങൾ കാണാം. ഇവിടെ യെഹെസ്കേയാവിൻ്റെ 1-2 അധ്യായം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല ദിനവൃത്താന്ത പുസ്തകത്തിൽ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, യെഹെസ്കേയ രാജാവ് വടക്ക് ഇസ്രായേലിലെ ഹോശയ രാജാവായി 3 വർഷമാകുമ്പോഴാണ് യെഹെസ്കേയാവ് യഹൂദയിൽ രാജാവാകുന്നത്. ഹോശയ 9 വർഷമായപ്പോഴത്തേക്ക് ഹോശയുടെ ഭരണം അവസാനിച്ചു. അപ്പോൾ യെഹെസ്കേയാവിൻ്റെ 6ാമത്തെ വർഷമായി, യെഹെസ്കേയ രാജാവായിട്ട് 6 വർഷമായപ്പം ഹോശയ ഇസ്രായേലിൽ ഭരണം അവസാനിച്ചു. അതിന് കാരണം ഹോശയ ചെയ്തത്, അതിനു മുമ്പ് അവർ അശൂർ രാജാവിന് കപ്പം കൊടുത്തു വന്നിരുന്നു. അതങ്ങ് അവർ നിർത്തലാക്കിയപ്പോഴത്തേക്ക് അശൂർ രാജാവായ സൻഹരി വന്നിട്ട് അവരെ നിരോധിക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും അവരെ കീഴടക്കുകയും അവരുടെ ആളുകളെയൊക്കെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ ആളുകൾ പല സ്ഥലത്തുള്ളവരെ ഈ ശമര്യയിലും വടക്കോട്ടുള്ള ദേശങ്ങളിലും നഫ്താലിയിലും ഒക്കെ കൊണ്ട് പാർപ്പിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിസ്കിയാ രാജാവിൻ്റെ 6ാമത്തെ വർഷമായപ്പോൾ യഹൂദയിലെ രാജാവിൻ്റെ ഹിസ്കിയാവിൻ്റെ 6ാമത്തെ വർഷമായപ്പം ഇസ്രായേലിൽ, വടക്കേ രാജ്യമായ ഇസ്രായേലിൽ ഹോശയുടെ ഭരണം അവസാനിക്കുകയും അതോടുകൂടി ഹോശയ ഇസ്രായേലിൻ്റെ അവസാനത്തെ രാജാവായി. ഇസ്രായേലിൽ പിന്നെ രാജാവില്ലാത്ത രാജ്യത്വം അവസാനിപ്പിച്ച യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും അതവിടെ ഉണ്ടാകുകയില്ല. അപ്പോൾ എന്ന് പറയുന്ന ആ കിരീടം നീക്കുന്നത് ഇസ്രായേലിൽ യെഹെസ്കേയാവ് രാജാവായി 6ാമത്തെ വർഷം അത് സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ ചരിത്രപരമായി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. 2ാമത്തെ വായനാഭാഗം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം. ഈ ഇതിൽ കാണുന്ന ഒരു കാര്യം സംഭവിക്കുന്നത് ദാര്യാവേശിൻ്റെ 1ാമത്തെ ആണ്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ദാനിയേൽ പ്രവാചകൻ ഒരു പുസ്തകം കണ്ടിട്ട് ആ പുസ്തകത്തിൽ യിരെമ്യാ പ്രവാചകൻ്റെ ഈ പ്രവാസത്തിൻ്റെ ഒരു കാലസംഖ്യ അത് ഗ്രഹിച്ചു. അത് 70 വർഷമാണെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ഇത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന 25-ാമത്തെ അധ്യായത്തിലാണ് പ്രവാസത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിൽ ഈ 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് ഇവരെ മടക്കി വരുത്തും എന്ന കാര്യവും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ദാനിയേൽ പ്രവാചകനും വായിക്കുന്നതും അറിയുന്നതും. അപ്പം അങ്ങനെ എത്ര വർഷം ഇപ്പോൾ ആയി, ഇനി എത്ര വർഷമുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ എടുക്കുകയാണ്. അപ്പോൾ
ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയും യാചനയും കരച്ചിലും ഒക്കെയായി ദൈവത്തെങ്കിലേക്ക് മുഖം തിരിച്ചു. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥന ഒരു ദീർഘമായ പ്രാർത്ഥനയാണ്. ആദ്യം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയവും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവെ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആരംഭിച്ചുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ പാപം ചെയ്തു. യഥാർത്ഥത്തിൽ ദാനിയേൽ എന്ന വ്യക്തിപരമായി ദൈവത്തോട് ഒരു പാപവും ചെയ്തിട്ടില്ല. കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും പൂർണ്ണമായും ദൈവത്തെ കീഴ്പ്പെട്ട് ജീവിച്ചൊരു മനുഷ്യനാണ് ദാനിയേൽ. പക്ഷേ പറയുന്നത് ഞങ്ങൾ പാപം ചെയ്തു എന്നാണ്. അപ്പം പൂർണ്ണമായും ഞങ്ങൾ യഹൂദ ജനം, ഇസ്രായേൽ ജനം, ദൈവജനം പാപം ചെയ്തു എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളും വിധികളും വിട്ടുമാറി, ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ അനുസരിച്ചുമില്ലെന്നാണ്. കർത്താവ്, അങ്ങയുടെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങയോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി അങ്ങ് അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിലും സമീപസ്ഥരും ദൂരസ്ഥരുമായ യഹൂദാപുരുഷന്മാർക്കും യെരൂശലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിനും തന്നെ എന്ന് പ്രാർത്ഥിച്ച് പറയാം. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ആ അവസ്ഥകൾ, യഥാർത്ഥ സംഭവിച്ച കാര്യങ്ങൾ ഒക്കെയും ഏറ്റുപറച്ചിൻ്റെ അതിൻ്റെ ഒരു കൂടുതൽ ഭാഗവും അങ്ങനെയാണ്. എന്നിട്ട് ഏകദേശം അവസാനം എത്താറാകുമ്പം ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും യെരൂശലേമും അങ്ങയുടെ ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നിന്ദയായി തീർന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഇനിയാണ് ആ പ്രാർത്ഥനയുടെ ഭാഗത്തേക്ക് വരുന്നത്. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിന് നിമിത്തം തിരുമുഖം പ്രകാശിപ്പിക്കുമാറാകണമേ. എൻ്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ. കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ നീതി പ്രവർത്തികളിലല്ല, അങ്ങയുടെ മഹാകരുണയിൽ എത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവെ കേൾക്കണമേ, കർത്താവ് ക്ഷമിക്കണമേ, കർത്താവ് ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ, അങ്ങയെ തന്നെ ഓർത്ത് താമസിക്കരുത്, അങ്ങയുടെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ എന്നും പറഞ്ഞിട്ട് പ്രാർത്ഥന അവസാനിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥനയും പാപം ഏറ്റുപറച്ചിലും ഒക്കെയും കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ ആദ്യകാലത്ത് ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് എന്നോട് അടുത്ത് വന്നു. ആ ദൂതൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞത്, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ട ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നീ എനിക്ക് ഏറ്റവും പ്രിയനാകുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ് അറിയിക്കുന്നത്. നീ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ നിന്നോട് അറിയിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം അറിയിക്കാൻ വേണ്ടി ദൂതനോട് പറഞ്ഞയച്ചിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് നീ കാര്യം ഗ്രഹിച്ചു കൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അത് ശരി തന്നെയാണ്, 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അപ്പോൾ ഈ അഭിഷിക്തൻ അത് യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നപ്പം യഥാസ്ഥാനപ്പെട്ടതിന് ശേഷവും വീണ്ടും അധികകാലത്തേക്കുള്ള പ്രവചനം കൂടെ അവിടെ പറയുകയാണ്. അവിടെ ആഴ്ചവട്ടത്തിൻ്റെ മധ്യ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കുകയും മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചെരും. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അഭിഷിക്തൻ ഛേദിക്കപ്പെടുകയും തുടർന്ന്
അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും യുദ്ധങ്ങളും യെരൂശലേം ചവിട്ടിക്കളയുന്നതും തകർക്കപ്പെടുന്നതും പിന്നെ കാലങ്ങളോളം അത് ശൂന്യമായി കിടക്കുന്നതും ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു എഴുത്തുകൂടെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇത് യഥാസ്ഥാനത്താക്കപ്പെടുന്ന ഒരു 70 വർഷത്തിന് ശേഷം മടങ്ങിപ്പോകുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും 70 വർഷത്തെക്കുറിച്ചുള്ള മാത്രമല്ല, അതിനുശേഷം ദീർഘകാലത്തേക്കുള്ള ദീർഘകാലം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന കാര്യവും കൂടെ ഇവിടെ ഗബ്രിയേൽ ദൂതൻ ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഈ ഗബ്രിയേൽ ദൂതൻ തന്നെയാണ് മറിയോട് സംസാരിക്കാൻ വരുന്നത്. മറിയോട് പറയുന്നുണ്ട്, നിനക്ക് ഒരു മകൻ ജനിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഗബ്രിയേൽ ദൂതൻ അവിടെയും നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഈ ദൂതൻ തന്നെ അവിടെയും അവരോട് സംസാരിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം. ശൗലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചേഞ്ച്, ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ഒരു അധ്യായത്തെ വിശദീകരിക്കാനാണ് ഇവിടെ. അത് യഥാർത്ഥത്തിൽ ശൗലിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്ന ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ, സുവിശേഷ പ്രവർത്തനങ്ങളുടെ ദിശയ്ക്ക് പോലും വലിയ മാറ്റമുണ്ടാക്കിയതാണ് ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. അത് ദൈവം എല്ലാം സകലവും അതിൻ്റെതായ ചന്തത്തിൽ നടത്തും എന്നുള്ളത് നമ്മൾ വായിച്ചത് നിവൃത്തിയാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നൊരു അധ്യായം കൂടിയാണ് ഈ 9-ാം അധ്യായം. ശൗല് കർത്താവിൻ്റെ ശിഷ്യന്മാരെയൊക്കെയും കൊല വിളിച്ച് പിടിച്ചു കെട്ടി തടവിലുമൊക്കെ ആക്കി ഇങ്ങനെ നടക്കുന്ന കാലം. അത് കഴിഞ്ഞ് ദമാസ്കസിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്ന് കണ്ടിട്ട് അവിടേക്ക് പോവുകയാണ്. കൂടെ ആൾക്കാർ, പടയാളികളൊക്കെ കാണുമായിരിക്കണം, എന്നാലും നേതൃത്വം അദ്ദേഹത്തിനാണ്. അങ്ങനെ ശൗല് പോകുമ്പോൾ ദമാസ്കസിന് സമീപമെത്തിയപ്പം പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. ആ വെളിച്ചം കാരണം അവൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വന്നൊരു കൊള്ളിയാൻ പോലെയോ അല്ലെങ്കിൽ ഇടിമിന്നൽ പോലെയുള്ള മിന്നൽ പ്രകാശമായിരിക്കും. ഭയങ്കര പ്രകാശമായിരുന്നു. ആ പ്രകാശം, ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പം തിരിച്ച് പൗലോസ്, നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ചു. അപ്പം അത് മേളിൽ നിന്ന് കേട്ട ശബ്ദമല്ല, ഒരു മനുഷ്യനെ കണ്ടില്ല, അപ്പം അശരീരി കേട്ട ശബ്ദമാണ്, ആകാശത്ത് നിന്ന് ശബ്ദം കേട്ടത്. അപ്പോൾ അത് മുമ്പുള്ള അറിവനുസരിച്ച് ദൈവദൂതന്മാരുടെ ശബ്ദമോ ഒക്കെ ആയിരിക്കാമെന്നുള്ള കാര്യം പൗലോസിന് മനസ്സിലായി. അപ്പോൾ അവിടെ വെച്ച് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവെ എന്ന്. അപ്പോൾ ദൈവം ആണല്ലോ, ദൈവം ഈ ദൈവദൂതൻ്റെ ശബ്ദം കേട്ടാലും ആ ദൈവദൂതന്മാരെ ദൈവമായിട്ടാണല്ലോ കാണുന്നത്. ദൈവദൂതൻ വന്ന് പറഞ്ഞത്, ഞാൻ മോശയോട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്നാണല്ലോ. അപ്പോൾ ആ അധികാരത്തിലാണ് ദൈവദൂതനും വരുന്നത്. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഇതൊരിക്കലും മനുഷ്യൻ ശബ്ദമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത്, കർത്താവെ നീ ആരാണെന്ന് ചോദിക്കുന്നത്. ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അതാണ് അവിടുത്തെ ഏറ്റവും, ഞാൻ ആർക്കെതിരെയാണോ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആൾ തന്നെ പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന, ഒരിക്കലും യേശുവിനെ അല്ലല്ലോ ഉപദ്രവിച്ചത്, യേശുവിൻ്റെ ശിഷ്യന്മാരെയും യേശുവിൻ്റെ ഉപദേശത്തെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ അല്ലേ ഇവിടെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് ഞാൻ അവിടെ വെച്ച് നിന്നോട് പറയാം എന്ന് പറഞ്ഞു. ശൗലിന് കണ്ണ് കാണാൻ വയ്യായിരുന്നു. അപ്പോൾ അത്രയും വലിയ പ്രകാശമാണ് അടിച്ചതെന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ശൗലിൻ്റെ കണ്ണ് കാണാൻ വയ്യായിരുന്നു. ശൗല് കണ്ണ് തുറന്നാരെ ഒന്നും കണ്ടില്ല. കണ്ണ് തുറന്നിട്ട് ഒന്നും കാണാൻ വയ്യായിരുന്നു. അതിന് കൈക്ക് പിടിച്ചാണ് ആളുകൾ ഡമാസ്കസിലേക്ക് കൊണ്ടുപോയത്. അവർ ഡമാസ്കസിലേക്ക് തന്നെ പോയി 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയൊക്കെ ഇരുന്നു. അപ്പോൾ അവിടെ അനന്യാസ് എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. ശിഷ്യന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ അവിടെ പിന്നെ ഇയാളെ പോയി കാണണമെന്ന് പറയുന്നത്. അപ്പോൾ അനന്യാസ് പറയുന്നു, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാനാണ് മഹാപുരോഹിതന്മാർ അധികാരപത്രത്തോടു കൂടിയാണ് അവൻ വന്നിരിക്കുന്നതെന്ന് പറയും. ഇല്ല, നീ പൊക്കോ, നീ ചെന്നിട്ട് നീ പോകാം, അവൻ എൻ്റെ നാമം ജാതികൾക്കും
രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാനപാത്രമാകുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവനെ അത് കാണിക്കും. ഏതാണ് അവൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ. അങ്ങനെ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും കഷ്ടം അനുഭവിച്ച ഒരു മകൻ, ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറെ ഇല്ല ബൈബിളിൽ നോക്കിയാൽ. അപ്പം അതുപോലെ അവൻ ചെയ്തതിനൊക്കെയും തക്ക ശിക്ഷ എന്ന പോലെ തന്നെ അത്രയും വലിയ കഷ്ടങ്ങളൊക്കെ പൗലോസ് അനുഭവിക്കുകയും ചെയ്തു. അപ്പം അതിനിടയ്ക്ക് ഈ പൗലോസിനെ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു. പൗലോസ് പ്രാർത്ഥിക്കുന്നു, അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായോ? അപ്പം അത് രണ്ട് ഭാഗത്തും ദൈവത്തിൻ്റെ ഇടപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അനന്യാസിനോട് ദൈവം ഇടപെടുന്ന സമയത്ത് തന്നെ ശൗലിനും അനന്യാസ് എന്നൊരു പുരുഷനകത്തു നിന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. രണ്ടിടത്തും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അവർ തമ്മിൽ കാണുമ്പം അവർക്കും അത് മനസ്സിലാവും. അവർക്കും അറിയുന്നുണ്ടല്ലോ, നീ പോയി അവൻ്റെ മേൽ കൈവച്ച് അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി അനന്യാസിനോട് പറയുമ്പോൾ തന്നെ അനന്യാസ് എന്നൊരുവൻ തൻ്റെ അടുത്ത് വരുന്നതിനെ കുറിച്ച് പൗലോസും കാണുന്നുണ്ട്. അങ്ങനെ ഈ കാര്യമൊക്കെ നടന്നു. അത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ്, അത് കഴിഞ്ഞ് അവൻ കാഴ്ച പ്രാപിച്ചു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് ആഹാരമൊക്കെ കഴിച്ചു. സ്നാനമേറ്റു എന്നാണ് കാണിക്കുന്നത്. അതുവരെ സ്നാനമേൽക്കുന്നവരെ പിടിച്ചു കെട്ടാനും തല്ലാനും കൊല്ലാനും നടന്ന ആൾ ഇന്ന് സ്നാനമേറ്റു. ഇവിടെയാണ് ദൈവത്തെ നമ്മൾ കാണേണ്ടത്. മനുഷ്യന് ദൈവത്തിന് മുകളിലല്ല, ദൈവത്തിന് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം ഇടപെടേണ്ടതുപോലെ ഇടപെട്ടാൽ അവൻ സറണ്ടർ ആകുക, അല്ലാതെ വേറെ വഴിയില്ല. അതുവരെയും തൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും താൻ പറയുന്നതൊക്കെയാണ് ശരിയെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ആൾ ദൈവം പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ അവൻ സറണ്ടർ ആകുക തന്നെ ചെയ്യും. അവിടെ ദമാസ്കസിൽ കുറേ ആൾ പാർത്തു. അപ്പോൾ അവിടെ മുതൽ യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികൾ പ്രസംഗിച്ചു. ഇതുവരെയും അതിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇപ്പോൾ പറയുകയാണ് യേശുവാണ് ദൈവപുത്രൻ, യേശു തന്നെ കർത്താവ് എന്ന് പറയുകയാണ്. അങ്ങനെ പള്ളികളിലൊക്കെ പോയി പ്രസംഗിച്ചു. അപ്പോൾ ഇതുവരെ യഹൂദന്മാരുടെ കൂടെ നിന്ന് യഹൂദന്മാർ പറയുന്ന, അല്ലെങ്കിൽ യഹൂദ പ്രമാണി അല്ലെങ്കിൽ യഹൂദ പുരോഹിതൻ പറയുന്ന കാര്യം കേട്ട് പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് പള്ളിയിൽ തന്നെ വന്ന് പ്രസംഗിക്കുകയാണ് യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുക്രിസ്തു കർത്താവാണെന്ന്. അപ്പോൾ ആളുകൾ ഇത് കേട്ടിട്ട് അതിശയിച്ചു, അയ്യോ ഇവൻ ഇത്രയും ദിവസം ആളുകളെ കൊല്ലാൻ നടന്നവനല്ലേ, ഇവൻ പറയുന്നല്ലോ. അപ്പോൾ അത് അത്ഭുതമായി മനുഷ്യർക്ക്. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമാസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ യഹൂദന്മാരെ തന്നെ മിണ്ടാതാക്കി. അത്ര കണ്ട് ദൈവം പൗലോസ് എന്ന് ആണ്, പിന്നെ പേര് പൗലോസ് ആകുന്നുണ്ട്. ശൗൽ എന്ന പൗലോസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പൗലോസ് എന്ന പേര് ആകുന്നത്. അപ്പോൾ ഈ ശൗല് തന്നെയാണ് പൗലോസ്. അപ്പോൾ ഇവിടെ നമ്മൾ ശൗൽ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ശൗല് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് ദമാസ്കസിലും പിന്നീട് ബാക്കിയുള്ള ദേശത്തൊക്കെയും പ്രസംഗിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ഇവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവിടുന്ന് കൂട്ടുകെട്ടറിഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി ദമാസ്കസിൽ നിന്ന്. പിന്നെ അവൻ യെരുശലേമിൽ വന്നു. അന്ന് ശിഷ്യന്മാരോട് ചേരാൻ ആഗ്രഹിച്ചു. പക്ഷേ അവനെ ശിഷ്യനെന്ന് കൈക്കൊള്ളാനോ ഒന്നും അവർ ചെയ്യാതിരുന്നു. കാരണം അവർ പേടിച്ചിട്ടുണ്ടായിരുന്നു, ഇവനെ വിശ്വസിക്കാൻ പറ്റുന്നവനാണോ എന്നുള്ള പേടി. പക്ഷേ ബർന്നബാസ് അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് സംസാരിച്ചതും ദമാസ്കസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് പറഞ്ഞു. പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ്. അപ്പോൾ ആരും അവരെ കൈക്കൊള്ളാതിരുന്നപ്പം ബർന്നബാസിന് ഒരു പ്രാധാന്യമുള്ള റോളുണ്ട്. ബർന്നബാസാണ് അത് സൗഹൃദത്തിലാകുന്നതും കൂട്ടിച്ചേർക്കുന്നതും അപ്പോസ്തലന്മാരെ കൊണ്ട് കാണിക്കുന്നതൊക്കെ. പിന്നെ കൈസരിലേക്ക് പോകുന്നതും തർസൂസിലേക്ക് പോകുന്നതും ഗലീല, യഹൂദിയ, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് അങ്ങനെ സമാധാനമുണ്ടായത് എന്തുകൊണ്ടാണ്? ഈ സമാധാനം ഉണ്ടാക്കാതിരുന്നവൻ ഇപ്പം യേശുവിൻ്റെ ആളായി. അതുകൊണ്ട് അവിടെയൊക്കെ സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു.
പിന്നെ പത്രോസിനെ കുറിച്ചുള്ളതാണ് പിന്നെ പറയുന്നത്. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് കിടക്കുകയായിരുന്ന ഒരു അനന്യാസ് എന്ന പേരുള്ള മനുഷ്യനെ കൊണ്ട് പത്രോസ് അനന്യാസിനോട് യേശുക്രിസ്തു തന്നെ സൗഖ്യമാക്കുന്നു പറഞ്ഞു. യേശുക്രിസ്തു ഐനയാസിനെ സൗഖ്യമാക്കി. അത് പത്രോസിലൂടെ നടന്നൊരു അത്ഭുതമാണ്. പിന്നെ തബീഥ എന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവളും മരിച്ചുപോയി, ദീനം പിടിച്ച് മരിച്ചുപോയി യോപ്പ എന്ന സ്ഥലത്ത്. അപ്പം അവിടെ ആളയച്ചു, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്നും പറഞ്ഞ് പത്രോസ് എന്ന് അവിടെ ചെന്നു. മാളിക മുറിയിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അവരെല്ലാവരും പുറത്താക്കി. എന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഈ ഡെഡ് ബോഡിയുടെ നേരെ തിരിഞ്ഞിട്ട് തബീഥയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. മരിച്ച ആ കുട്ടി കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്തവൾ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവരായി അവരുടെ മുമ്പിൽ നിർത്തി. അപ്പോൾ ഇതിപ്പം യേശുക്രിസ്തു മരിച്ച ആളിനെ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് പത്രോസിലൂടെയും ഈ അത്ഭുതം, അടയാളം, സൗഖ്യം നടന്നിരിക്കുകയാണ്. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ തോൽക്കലനായ ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. അപ്പോൾ ഇത് ഒക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. യേശുക്രിസ്തു മാത്രം ചെയ്തുകൊണ്ടിരുന്ന അത്ഭുതങ്ങൾ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലൂടെ സംഭവിക്കുകയാണ്. അപ്പോൾ അതിനും യേശുക്രിസ്തു ചെയ്തതിനും ഒരു പർപ്പസ് ഉണ്ട്. യേശുക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും യേശുക്രിസ്തു കർത്തൃത്വമുണ്ടെന്നും ഒക്കെ തെളിയിക്കാനാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം ആ അത്ഭുതങ്ങൾ ചെയ്തത്. എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നവർ ഈ അത്ഭുതങ്ങൾ അവർ ചെയ്യുകയാണ്. അവരിലൂടെ ദൈവം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? അതിനും ഒരു പർപ്പസുണ്ട്. ഈ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ചെയ്തു തീർക്കേണ്ട ഒരു പർപ്പസുണ്ട്. ആ പർപ്പസിന് വേണ്ടി ചിലപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് വിശ്വാസം എത്തണം. ഒരുപാട് ആൾക്കാർ ക്രിസ്തുവിനെ അറിയണം, ദൈവിക പദ്ധതി അറിയണം. അതിനു വേണ്ടിയിട്ടാണ് അന്ന് ഒരിക്കൽ ഒരുവനായി ചെയ്തു തുടങ്ങിയത്, ക്രിസ്തുവായി ചെയ്തു തുടങ്ങിയത്. അന്ന് തന്നെ ശിഷ്യന്മാരെയൊക്കെയും കൂട്ടി, അത് കഴിഞ്ഞ് വേറെ 70 പേരെ കൂട്ടി. ഇപ്പോൾ അതുമല്ല, അവിടുന്നും കൂടുതൽ ആൾക്കാർ ഈ ക്രിസ്തുവിനെ അറിയിക്കുന്ന ജോലിയിലേക്ക് മുതിർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ട 7 പേരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർ സ്വയം സമർപ്പിതമായി ഈ വേല ഇത് വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തിട്ട് ക്രിസ്തുവിനെ അറിയിക്കാൻ വേണ്ടി, കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിസ്തുവിനെ അറിയിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് ഒരുപാട് പേര് ആ കാലത്തുണ്ടായിരുന്നു. അവരുടെ പേരുകളൊന്നും നമുക്ക് എല്ലാവരുടെയും പേരുകളൊന്നും എഴുതിയിട്ടില്ല എങ്കിലും ആ കാലത്തുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ നാമം നാൾക്ക് നാൾ പരന്നു എന്നാണ്. എവിടെ? ഗലീലയിലും പിന്നെ ശമരിയയിലും. ആദ്യം യഹൂദിയയിൽ, ഗലീലയിൽ, ശമരിയയിൽ. അപ്പോൾ ആ ഇസ്രായേൽ ദേശം മുഴുവനും അത് പടരുകയാണ്. പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അത് പടർന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഈ 9-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ദൈവത്തെ നമ്മൾ കൂടുതലായി അറിയാൻ, ദൈവം എന്താണെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവം ആരാണെന്ന് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു അധ്യായം തന്നെയാണ് അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം. 3 വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കേട്ടിരുന്ന താങ്കൾക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. തുടർന്നും നമുക്ക് ഈ വചനഭാഗങ്ങളുമായിട്ട് ഇരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. അതുവരെയും ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ. താങ്ക് യു.